സിനിമയ്ക്കുള്ളിലും സിനിമാ പരിസരങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയും ചൂഷണത്തെയും പറ്റി ചില ഘട്ടങ്ങളിലൊക്കെ സിനിമ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത്തരമൊരു ചിത്രമാണ് 1983 KG ജോർജ് സംവിധാനം ചെയ്ത ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രം. KG ജോർജ് തന്നെയാണ് കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം രചിച്ചിട്ടുള്ളത്. ലേഖയായിട്ട് നളിനിയാണ് അഭിനയിച്ചിട്ടുള്ളത്. നളിനിയെ കൂടാതെ ഭരത് ഗോപി, തിലകൻ, നെടുമുടി വേണു, മമ്മൂട്ടി, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ സിനിമയിലുണ്ട്. ശാന്തമ്മ എന്ന ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു മലയോര പ്രദേശത്ത് നിന്ന് സിനിമയുടെ കേന്ദ്രമായ കോടമ്പാക്കത്ത് അല്ലെങ്കിൽ മദ്രാസിൽ എത്തിച്ചേരുന്നിടത്തു നിന്നാണ് കഥ ആരംഭിക്കുന്നത്. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പുറപ്പെട്ട അന്നത്തെ പല പെൺകുട്ടികളുടെയും ഒരു പ്രതിനിധിയാണ് ശാന്തമ്മ. ശാന്തമ്മ അവിടെ ഒരു ലോഡ്ജിൽ ഒരു വളരെ ഒരു തുക്കട ലോഡ്ജിൽ ഫാമിലിയോടൊപ്പം താമസിക്കുകയും സിനിമയ്ക്ക് വേണ്ടി അവസരത്തിന് വേണ്ടി അമ്മയോടൊപ്പം അലയുകയും ചെയ്യുകയാണ്. അത്തരം ഘട്ടത്തിൽ അവർ പലതരത്തിലുള്ള ഓഡിഷൻസിനും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പോൾസൺ എന്ന് പറയുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറെ ശാന്തമ്മ പരിചയപ്പെടുന്നു. പോൾസണായിട്ട് അഭിനയിക്കുന്നത് നെടുമുടി വേണുവാണ്. പോൾസൺ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് സിനിമയിലെ. അങ്ങനെ പോൾസൺ അദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്ന തൻ്റെ സിനിമയിൽ ഒരു നല്ല വേഷം ശാന്തമ്മയ്ക്ക് ഓഫർ ചെയ്യുകയും അതിലൂടെ ശാന്തമ്മയെ പോൾസൺ ആദ്യം തന്നെ ചൂഷണം ചെയ്യുകയാണ്. എന്നാൽ പോൾസൻ്റെ സിനിമയോ അല്ലെങ്കിൽ ശാന്തമ്മയ്ക്ക് അവസരമോ ലഭിക്കുന്നില്ല. അവിടെ VS കൊരട്ടൂർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. തിലകനാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. തിലകൻ ഒരു സിനിമാ മാസികയിൽ എഴുതുന്ന ഒരാളാണ്. അതായത് VS കൊരട്ടൂരിന് ഒരാളെ വളർത്തുവാനും അതുപോലെ തന്നെ നശിപ്പിക്കുവാനുമുള്ള കഴിവുണ്ട്. ഇന്നത്തെ കാലത്തെ ഓൺലൈൻ PR അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു അന്നത്തെ കാലത്തെ ഒരു രൂപം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് VS കൊരട്ടൂർ എന്ന തിലകൻ്റെ കഥാപാത്രത്തെ വിശേഷിപ്പിക്കാം. ഏതായാലും ഈ അസോസിയേറ്റ് ഡയറക്ടർ മുതൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് തരത്തിൽ ബിസിനസ്സുകാരുൾപ്പെടെ ശാന്തമ്മയെ മിസ്യൂസ് ചെയ്യുകയാണ്. സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ശാന്തമ്മ എന്ന പേര് ലേഖ എന്ന് പരിഷ്കരിക്കുന്നുണ്ട് അവർ. ലേഖ എന്ന പേര് പരിഷ്കരിച്ചിട്ടും പിന്നീട് അങ്ങോട്ട് അവർക്ക് സിനിമകളൊന്നും കിട്ടുന്നില്ല. പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും അവർ വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. കോടമ്പാക്കത്ത് എത്തിപ്പെട്ടിട്ടുള്ള അനേകായിരം പെൺകുട്ടികളിൽ, ലക്ഷക്കണക്കിന് പെൺകുട്ടികളിൽ ഒരാളായി പോകും ശാന്തമ്മ എന്ന് തോന്നുന്നിടത്ത് അൻസാരി എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ശാന്തമ്മയെ തേടിയെത്തുന്നു. അൻസാരി എന്ന പ്രൊഡക്ഷൻ കൺട്രോളറിലൂടെ അവർക്ക് സിനിമകൾ ലഭിക്കാൻ തുടങ്ങുകയും പിന്നീട് അവർ തെന്നിന്ത്യയിലെ ഒരു സൂപ്പർ താരമാകുന്നതും നമുക്ക് സിനിമയിൽ കാണാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ബാബു എന്ന സംവിധായകനെ ലേഖ പരിചയപ്പെടുന്നത്. ഭാര്യയും കുടുംബവുമുള്ള സുരേഷ് ബാബു എന്ന സംവിധായകനുമായി ലേഖ റിലേഷൻഷിപ്പിലാകുന്നു. എന്നാൽ സുരേഷ് ബാബു ലേഖയെ സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും അതിൽ മനംതൊന്ത് ലേഖ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഈ ലേഖ ഒരു പലതരത്തിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലതരത്തിലുള്ള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ എത്തിപ്പെടുവാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ, ചൂഷണത്തിന് വിധേയയായി പോയ ഒരുപാട് പെൺകുട്ടികളുടെ ഒരു പ്രതിനിധിയാണ് ലേഖ. ലേഖയ്ക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒരു നായികയെങ്കിലും ആവാൻ പറ്റി, അല്ലെങ്കിൽ താരമാകാൻ പറ്റി. അതുപോലും ആകാൻ പറ്റാതെ ചൂഷണത്തിന് വിധേയരായി, പീഡനത്തിന് വിധേയരായി പിന്മാറിപ്പോയിട്ടുള്ള ഒട്ടനവധി പെൺകുട്ടികളുണ്ട്. അവരുടെ കഥയൊന്നും നമുക്ക് അറിയില്ല. ഈ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിനിമയാണ്. ബാലു മഹേന്ദ്രയും ശോഭ എന്ന നടിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധത്തിൻ്റെ കഥയാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞ ആദ്യകാല മലയാള സിനിമകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ഇന്നസെൻ്റ് ആയിരുന്നു. 1981 KG ജോർജ് സംവിധാനം ചെയ്ത സിനിമയുടെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുമ്പോഴും 83 പുറത്തിറങ്ങിയ ആ സിനിമയുടെ ആ ഒരു ഭംഗി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നും ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കൽ പോലും അതൊരു പഴയ സിനിമയാണെന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നില്ല. അത്രത്തോളം ഭംഗിയായിട്ടാണ് KG ജോർജ് എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ചെയ്തിരിക്കുന്നത്. സിനിമ യൂട്യൂബിലുണ്ട്, കാണേണ്ടവർക്ക് കാണാം. രണ്ടായിരത്തി 2011 മിലൻ ലൂത്രിയെ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് ഡേർട്ടി പിക്ചർ. ഡേർട്ടി പിക്ചർ തെന്നിന്ത്യൻ സൂപ്പർ നടിയായിരുന്ന സിൽക്ക് സ്മിതയുടെ ജീവിത ചരിത്രമാണ് പറയുന്നത്. നമുക്കെല്ലാം പ്രിയപ്പെട്ട വിദ്യാ ബാലനാണ് സിൽക്ക് സ്മിതയുടെ
റോൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഈ സിനിമയിലൂടെ വിദ്യാ ബാലനെ തേടിയെത്തി. ആദ്യത്തെ 3 ദിവസം കൊണ്ട് 30 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഡേർട്ടി പിക്ചർ കളക്ട് ചെയ്തത്. കാണാൻ അത്രയൊന്നും ആകർഷകമല്ലാത്ത ഒരു പെൺകുട്ടി ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് സിനിമയിൽ എത്തുവാൻ വേണ്ടി, നായികയാവാൻ വേണ്ടി പരിശ്രമിക്കുന്നതും അതിനിടയിൽ അവൾക്ക് നേരിടേണ്ടി വരുന്ന തിരസ്കരണവും, ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായി അവൾ പോകുന്നതും, പിന്നീട് അവൾ ആ സമയത്തെ ഒരു തെന്നിന്ത്യൻ സൂപ്പർ താരവുമായി ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാകുന്നതും, അതിലൂടെ അവളുടെ കരിയർ അവർ വളർത്തിക്കൊണ്ടുവരുന്നതുമാണ് സിനിമ. ഒരു മുൻനിര നായികയാവാൻ ആഗ്രഹിക്കുകയും അത്രത്തോളം അഭിനയിക്കാൻ, നല്ല വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന സിൽക്കിന് പക്ഷേ അത്തരം റോളുകളല്ല അവരെ തേടി വന്നിരുന്നത്. ഒരു മാദക നടി അല്ലെങ്കിൽ അത്തരം ഒരു ഐറ്റം ഡാൻസ് ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളും കഥാപാത്രങ്ങളുമായിരുന്നു സിൽക്കിനെ തേടിയെത്തിയത്. സിൽക്ക് ആ കാലഘട്ടത്തിൽ യുവാക്കളുടെ എല്ലാം ഒരു ഹരമായിരുന്നു. അവർ ഒരു സെക്സ് സിംബലായി മാറുകയും ചെയ്തു. എന്നിരുന്നാൽ തന്നെ കാലം പോകെ അവരുടെ ശരീരഭാരം വർദ്ധിക്കുകയും അവർക്ക് കുടുംബത്തിൽ നിന്ന് പല തിരസ്കാരങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ആരോഗ്യകരമായ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല ഷക്കീലയെ പോലുള്ള യുവ നടിമാരുടെ കടന്നുവരവ് സിൽക്കിൻ്റെ മാർക്കറ്റ് കുറയ്ക്കുകയും ചെയ്തു. ഈ സിനിമയിൽ അവർ നേരിട്ട തുടർ പരാജയവും അവരുടെ ബന്ധങ്ങളിലെ പരാജയവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം മൂലം അവർ അമിതമായ ഉറക്കഗുളിക കഴിച്ച് സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. സിൽക്കിൻ്റെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നാണ്. ഒരു എക്സ്ട്രാ നടിയായി തുടങ്ങിയ അവർക്ക് വണ്ടിച്ചക്രം എന്ന സിനിമയിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് ഒരു ബ്രേക്ക് ആയത്. പിന്നീട് ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് കൂടി ചേർത്ത് സിൽക്ക് സ്മിത എന്ന പേര് അവർ സ്വീകരിക്കുകയായിരുന്നു. 1996 സിൽക്ക് സൂയിസൈഡ് ചെയ്യുമ്പോൾ അവർ ഏകദേശം തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായി 450ഓളം ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ആദ്യം നമ്മൾ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രത്തെപ്പറ്റി സംസാരിച്ചിരുന്നല്ലോ. സിനിമാ പരിസരങ്ങളിൽ ഒരു സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റിയായിരുന്നു ആ സിനിമ സംസാരിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ 1984 KG ജോർജ് തന്നെ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമുണ്ട്, ആദാമിൻ്റെ വാരിയിൽ. സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റിയും സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും മലയാള സിനിമയിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് ആദാമിൻ്റെ വാരിയിൽ. സുഹാസിനി, ശ്രീവിദ്യ, സൂര്യ, മമ്മൂട്ടി, ഭരത് ഗോപി, വേണു നാഗവള്ളി തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് 3 കഥാപാത്രങ്ങളാണ്. ആ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് സുഹാസിനി, ശ്രീവിദ്യ, അതുപോലെ തന്നെ സൂര്യ എന്നിവരാണ്. ഈ 3 കഥാപാത്രങ്ങളുടെ കഥ സിനിമ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇവർ 3 പേരും കണ്ടുമുട്ടുന്നത് ആകെ ഒരു സീനിൽ മാത്രമാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് ഇന്നും ഒരു അത്ഭുതപ്പെടുത്തുന്ന ക്ലൈമാക്സ് ആണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് റെസ്ക്യൂ ഹോമിൽ നിന്ന് ഒരു കൂട്ടം സ്ത്രീകൾ പുറത്തേക്ക് ഓടുന്നതാണ്. സൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സ്ത്രീകൾ പുറത്തേക്ക് ഓടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ഇവർ ക്യാമറമാനെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഈ ക്യാമറമാനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഓടുമ്പോൾ അതിൻ്റെ സൈഡിൽ സംവിധായകൻ KG ജോർജ് നിൽക്കുന്നുണ്ട്. ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം.